ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ 160 വണ്ടി. അതിൻ്റെ ജനറൽ സർവീസും അതേപോലെ തന്നെ ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചായിരുന്നതാണ്. നമ്മൾ ജനറൽ സർവീസ് വർക്കിൻ്റെ ഒരു ഏകദേശം ഒരു ചെയ്ത വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിൻ്റെ ഹെഡ് അയച്ചിട്ടുണ്ടായിരുന്നു. ഹെഡ് അയച്ച് ക്ലീനിങ് ഒക്കെ ചെയ്ത് വാൽവൊക്കെ സീറ്റ് ചെയ്ത് വാൽവ് സീലൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിസ്റ്റൺ റിങ്സും മാത്രമാണ് മാറ്റിയിട്ടുള്ളൂ. സിലിണ്ടറിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള തേയ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ മാർക്ക് ചെയ്ത് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ വാൽവ് ഗൈഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നിരുന്ന ചെറിയൊരു വാൽവടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാൽവിൻ്റെ ആ ഗൈഡിൻ്റേതായിട്ടുള്ള സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മളതിൻ്റെ ക്യാം ചെയിനോ വേറെ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ വേറെ അതിനകത്ത് ക്യാം ചെയിനോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. സിലിണ്ടറും പഴയ സിലിണ്ടർ തന്നെയാണ്, പിസ്റ്റണും പഴയ പിസ്റ്റൺ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ആ റിങ്സ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ ഗ്യാസ്കറ്റ് അതിനോടനുബന്ധിച്ച് തന്നെ ഓറിങ് അതൊക്കെയാണ് നമ്മൾ മാറ്റിയേക്കുന്നത്. പിന്നെ ബാക്കിയത്തെ പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് കോൺസെപ്റ്റ് ചെറിയ ഒരു അടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൊട്ടിക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ഓടിക്കാം, കുഴപ്പമില്ല. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഫുള്ളായിട്ട് ജാമിങ് അത് കല്ലപ്പായിരുന്നു. ബ്രേക്ക് ഉണ്ട്, പെഡൽ കാണിക്കും. നമ്മളൊരു സ്റ്റെപ്പായിട്ട് കയറി പിടിക്കുന്നൊരു കണ്ടീഷനായിരുന്നു. അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് അഴിച്ച് റീസെറ്റ് ചെയ്തിട്ട് കാലിപ്പർ അസംബ്ലിയും അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൺ ഇവിടുത്തെ അപ്പോൾ ഇത് ഈ എം സി സബ് അസംബ്ലി എന്ന് പറയാം. അതിൻ്റെ ഉള്ളിൽ ആ പിസ്റ്റൺ വർക്ക് ചെയ്യണ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു അല്പം ബ്രേക്ക് പെഡൽ കുറവ് പോലെ തോന്നും. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ട്യൂബിനകത്ത് എയറിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഇത് വരാം. അത് തന്നെയല്ല ഇതിനൊരു ഒരല്പം തേയ്മാനം കാണിക്കണം. അപ്പോൾ കുറച്ച് ഓടിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബ്രേക്ക് കൂടുതൽ കാണിക്കും കേട്ടോ. ഇപ്പോൾ നിലവിൽ ബ്രേക്ക് ഇല്ലായല്ല, ബ്രേക്കൊക്കെ ഉണ്ട്. പക്ഷേ ഒരല്പം കൂടി ബ്രേക്ക് കൂടുതലായിട്ട് വരും അത് കുറച്ച് ഓടി കഴിഞ്ഞാകുമ്പോഴത്തേക്ക്. അപ്പോൾ നിലവിൽ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. എഞ്ചിൻ ഓയിലും മാറ്റി ജനറൽ സർവീസ് ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്തേക്കണം കേട്ടോ. അപ്പം നിലവിൽ നമുക്ക് ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് കാണിച്ചിട്ടിരുന്നത്. വണ്ടി സ്റ്റാർട്ടാവാത്ത സമയത്ത് നമ്മൾ കിക്കർമ ലോഡ് ചെയ്യുന്ന സമയത്ത് കിക്കർ അടിക്കാൻ നോക്കുമ്പോൾ കംപ്രഷൻ ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് താഴേക്ക് പോവാം. അതാണ് ശരിക്കും അതിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നത്. ആ കംപ്ലയിൻറ്റ് കാണിച്ചത് ഹെഡിനകത്ത് വാൽവിൽ കരി വന്നിരുന്നിട്ട് കൃത്യമായിട്ട് വാൽവ് അടയാഞ്ഞത് കൊണ്ടുള്ള കംപ്ലയിൻ്റാണ്. അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റാണ് നമ്മൾ പരിഹരിച്ചേക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ വേറെ പ്രത്യക്ഷത്തിൽ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് വേറെ പ്രോബ്ലം ഒന്നും കാണിക്കണമെന്നില്ല. നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെന്ന് വഴിയിൽ നിന്നപ്പോൾ ഒന്ന് പോയി നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലയിൻ്റ് അതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്തേക്കണം. അപ്പോൾ അതിൻ്റെ സിലിണ്ടർ നമ്മൾ നോക്കുമ്പോൾ സിലിണ്ടറിലൊക്കെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. തൽക്കാലം റിങ്സ് മാറ്റി ആ ഒരു ഇതിനകത്ത് ഓടണേ. ബൈ ചാൻസ് ഒരു സ്മോക്ക് പുകയുടെ പ്രശ്നം വരാനുള്ള ഒരു സാധ്യത നിലവിൽ നിൽക്കുന്നുണ്ട്. വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ ഒരു സ്ക്രാച്ചസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ വന്നേക്കാം. വരാണെങ്കിൽ അപ്പം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നിലവിൽ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ബില്ല് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, ശരി.